കുറച്ച് ദിവസങ്ങളായി കേരളവും തമിഴ്നാടും ഒരുപോലെ ഉറ്റുനോക്കിയിരുന്ന ആ തിരച്ചിലിനൊടുവിൽ കണ്ണീർ കടലും കണ്ണീരോർമ്മയുമായി അവസാനിക്കുകയാണ്. കന്യാകുമാരിയിൽ സന്ദർശനത്തിനെത്തിയ കാണാതായ കോട്ടയം സ്വദേശികളായ സഹോദരിമാരെ കടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ കോട്ടയം കിടങ്ങൂർ കുരിക്കാട്ടിൽ സ്വദേശികളായ ആൻ ഫിലിപ്പ് 35-കാരിയും ആനിന്റെ ഇളയ സഹോദരി മീന ഫിലിപ്പ് 32-കാരി എന്നിവരെയുമാണ് ദാരുണമായി മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. കന്യാകുമാരി വാവതുറൈ ചൂണ്ടവളവ് കടൽ മേഖലയിൽ നിന്ന് പുലർച്ചെ മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹങ്ങൾ ആദ്യം കണ്ടത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. അമേരിക്കയിൽ നിന്നും ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സഹോദരിമാർ നാട്ടിലെത്തിയത്. വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായാണ് ഇരുവരും തമിഴ്നാട്ടിലേക്ക് യാത്ര തിരിച്ചത്. മധുര, രാമേശ്വരം തുടങ്ങിയ പുണ്യസ്ഥലങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സന്ദർശിച്ച ശേഷം ഏപ്രിൽ 26 വൈകുന്നേരമാണ് ഇവർ കന്യാകുമാരിയിൽ എത്തിയത്. അവിടെ ഒരു സ്വകാര്യ ഹോട്ടലിൽ മുറിയടക്കുകയും ചെയ്തു. എന്നാൽ അവിടെ നിന്ന് ഹോട്ടലിൽ പുറത്തുപോയ ഇവർ പിന്നീട് തിരികെ എത്തിയതുമില്ല. 2 ദിവസം പിന്നിട്ടിട്ടും താമസിച്ചിരുന്ന മുറിയിലേക്ക് ഇവർ മടങ്ങിയെത്താത്തതിനെ തുടർന്ന് ഹോട്ടൽ അധികൃതർക്ക് സംശയം തോന്നി. ഹോട്ടൽ രജിസ്റ്ററിൽ നൽകിയിരുന്ന ഫോൺ നമ്പറിൽ അധികൃതർ ബന്ധപ്പെട്ടപ്പോൾ യുവതികളുടെ അമ്മ മേരിയാണ് ഫോൺ എടുത്തത്. മക്കൾ തിരിച്ചെത്തിയില്ലെന്ന വിവരം അറിഞ്ഞതോടെ കുടുംബം വലിയ പരിഭ്രാന്തിയിലാണ് എത്തിയത്. തുടർന്ന് യുവതികളുടെ പിതാവ് ഫിലിപ്പിന്റെ സഹോദരനും മറ്റു ബന്ധുക്കളും ഉടൻ തന്നെ കന്യാകുമാരിയിലേക്ക് തിരിച്ചു. കന്യാകുമാരി പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചു. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ അടക്കം തന്നെ അവർ ശേഖരിച്ചിട്ടുണ്ട്. കേന്ദ്രീകരിച്ചും മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ചുമാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് എല്ലാവരെയും നടുക്കിയ വാർത്ത സംഭവിച്ചത്. ഇന്ന് പുലർച്ചെ വാവതുറൈ ഭാഗത്ത് കടലിൽ മത്സ്യബന്ധനത്തിന് പോയി തിരിച്ചുവന്ന മത്സ്യത്തൊഴിലാളികളാണ് കടൽ തീരത്തിനടുത്ത് 2 മൃതദേഹങ്ങൾ പൊങ്ങിക്കിടക്കുന്ന കാഴ്ച കണ്ടത്. വിവരം അറിഞ്ഞ ഉടൻ കന്യാകുമാരി പോലീസ്, കോസ്റ്റൽ പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ മൃതദേഹങ്ങൾ കരയ്ക്കെത്തിച്ചും ബന്ധുക്കൾ സ്ഥലത്തെത്തി മൃതദേഹങ്ങൾ ആൻ ഫിലിപ്പിന്റെയും മീര ഫിലിപ്പിന്റെയുമാണ് തിരിച്ചറിഞ്ഞത്. മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി നാഗർകോവിൽ ആശാരിപ്പള്ളി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. യുവതികളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്ന കാര്യം പോലീസ് ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. കടലിൽ ഇറങ്ങിയപ്പോൾ തിരമാലയിൽപ്പെട്ട അപകടം സംഭവിച്ചതാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ വ്യക്തമാകൂ എന്നാണ് പോലീസ് അറിയിച്ചത്. അമേരിക്കയിൽ നല്ല നിലയിൽ ജോലി ചെയ്തിരുന്ന ഇവർ എന്തിനാണ് കന്യാകുമാരിയിൽ എത്തിയതെന്നും അവിടെ വച്ച് ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്നും അറിയാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. ഇവരുടെ മൊബൈൽ അടക്കമുള്ളത് പരിശോധിച്ച് കാര്യം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. എന്താണ് ഇവർ തിരിച്ചു വരാതിരിക്കാനുള്ളൊരു കാരണമെന്നും പിന്നീട് ഇവരുടെ മരണവാർത്ത കേൾക്കാനുള്ള കാരണമെന്നും ശരിയായി പോലീസ് അന്വേഷിക്കുക തന്നെ ചെയ്യും.